ഹലോ സ്റ്റുഡൻസ്, നമ്മൾ മെട്രിക്സ് ഓഫ് ലീനിയർ മാപ്പിങ്സ് പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. ഒന്ന് രണ്ട് ക്വസ്റ്റ്യൻസ് നമ്മൾ ചെയ്തു കഴിഞ്ഞു. മറ്റൊരു ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഫൈൻഡ് മാറ്റഫ് ഫോർ ദ ഡിഫറൻസിയേഷൻ ഓപ്പറേറ്റർ ഡി ഫ്രം ആർ എൻ ഓഫ് എക്സ് ടു ആർ എൻ പ്ലസ് വൺ ഓഫ് എക്സ് റിലേറ്റീവ് ടു ദ നാച്ചുറൽ ഓർഡേർഡ് ബേസിസ്. നിങ്ങൾ തന്നെയാണ് ചെയ്ത് നോക്കുക. തന്നിരിക്കുന്ന മാപ്പിംഗ് ഡി ഡിഫറൻസിയേഷൻ ഓപ്പറേറ്ററാണ്. ലീനിയർ മാപ്പിംഗ് തന്നിരിക്കുന്നത് ഫ്രം ആർ എൻ ഓഫ് എക്സ് ടു ആർ എൻ പ്ലസ് വൺ ഓഫ് എക്സ് ആണ്. ഡിഫറൻസിയേഷൻ ഓപ്പറേറ്ററാണ് പറഞ്ഞിരിക്കുന്നത് റിലേറ്റീവ് ടു ദ നാച്ചുറൽ ഓർഡേർഡ് ബേസിസ്. സോ ജസ്റ്റ് നാച്ചുറൽ ഓർഡേർഡ് ബേസിസ് ഓഫ് ആർ എൻ ഓഫ് എക്സ് എന്ന് പറയുന്നത് എന്താ വരിക? നാച്ചുറൽ ഓർഡേർഡ് ബേസിസ് ഓഫ് ആർ എൻ ഓഫ് എക്സ് ഈസ് 1 x x square etc x raised to n. Then natural ordered basis of Rn plus 1 of x is 1 x x square etc x raised to n plus 1 x raised to n plus 1. Okay, it is Rn of x in dimension എന്താ വരിക? n dimensional vector space ആണ്. Rn plus 1 of x in dimension എന്ന് പറയുന്നത് n plus 1 ആണ്. Okay, സോറി, ആർ എൻ ഓഫ് എക്സിൻ്റെ ഡയമെൻഷൻ വരിക എൻ പ്ലസ് വണ്ണും ആർ എൻ പ്ലസ് വൺ ഓഫ് എക്സിൻ്റെ ഡയമെൻഷൻ എന്ന് പറയുന്നത് എൻ പ്ലസ് 2 1. ആർ എൻ ഓഫ് എക്സിൻ്റെ ഡയമെൻഷൻ എന്ന് പറയുന്നത് എൻ പ്ലസ് വൺ ആണ്. ആർ എൻ ഓഫ് എക്സിൻ്റെ ഡയമെൻഷൻ ബേസിസിൽ എത്ര എലമെൻറ്റ്സ് വരുന്നുണ്ട്? എൻ പ്ലസ് വൺ എലമെൻറ്റ്സ് വരുന്നുണ്ട്. ആർ എൻ പ്ലസ് വൺ ഓഫ് എക്സിൻ്റെ ഡയമെൻഷൻ എന്ന് പറഞ്ഞാൽ എൻ പ്ലസ് 2 ആണ്. ആർ എൻ പ്ലസ് വൺ ഓഫ് എക്സിൻ്റെ ഡയമെൻഷൻ ബേസിസിൽ എൻ പ്ലസ് 2 എലമെൻറ്റ്സ് വരുന്നുണ്ട്. ഓക്കെ, സോ ദ ഡയമെൻഷൻ ഈസ് എൻ പ്ലസ് 2. അപ്പോൾ നമ്മൾ ഇതിൻ്റെ കറസ്പോണ്ടിങ് മെട്രിക്സ് റെപ്രസെൻറ്റേഷൻ അല്ലെ മാറ്റ് ഡി ആണ് ചോദിച്ചിരിക്കുന്നത്. ഞാൻ പറഞ്ഞു ഇതൊരു ലീനിയർ മാപ്പിംഗ് ആണ്. ജസ്റ്റ് വെരിഫൈ ചെയ്യാം. ഡിഫറൻസിയേഷൻ ഓപ്പറേറ്റർ ലീനിയർ മാപ്പിംഗ് ആണ്. അപ്പോൾ ആ ലീനിയർ മാപ്പിങ്ങിന് കറസ്പോണ്ടിങ് ആയിട്ട് ഉള്ള മെട്രിക്സ് റെപ്രസെൻറ്റേഷൻ ആണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, ഫസ്റ്റ് ഇപ്പോൾ ആർ എൻ ഓഫ് എക്സിൽ നിന്നും ആർ എൻ പ്ലസ് വൺ ഓഫ് എക്സിലേക്കാണ്. സോ ഫസ്റ്റ് വെക്ടർ സ്പേസ് ആർ എൻ ഓഫ് എക്സ് ആണ്. സോ ആർ എൻ ഓഫ് എക്സിൻ്റെ ബേസിസ് നമുക്കറിയാം, നാച്ചുറൽ ഓർഡേർഡ് ബേസിസ്. അതിലെ ഫസ്റ്റ് എലമെൻറ്റ് 1 ആണ്. സോ ഫസ്റ്റ് വി കൺസിഡർ ഡി ഓഫ് 1, derivative of 1 it is equal to 0. d of 1 equal to 0. സോ ആ സീറോയെ നമ്മൾ എങ്ങനെ എക്സ്പ്രസ് ചെയ്യുക? സെക്കൻഡ് വെക്ടർ സ്പേസിലെ ബേസിസിൻ്റെ ലീനിയർ കോമ്പിനേഷനായിട്ട് എക്സ്പ്രസ് ചെയ്യുക. സീറോയെ സെക്കൻഡ് വെക്ടർ സ്പേസ് ആർ എൻ പ്ലസ് വൺ ഓഫ് എക്സ് ആണ്. സോ ആർ എൻ പ്ലസ് വൺ ഓഫ് എക്സിൻ്റെ നാച്ചുറൽ ഓർഡേർഡ് ബേസിസ് നമ്മൾ എഴുതിയിട്ടുണ്ട്. സോ ഈ സീറോയെ ഈ ബേസിസ് വെക്ടേഴ്സിൻ്റെ ലീനിയർ കോമ്പിനേഷനായിട്ട് എക്സ്പ്രസ് ചെയ്യുക. സോ എങ്ങനെ വരും? 0 is equal to 0 into 1 plus 0 into x plus 0 into x square plus etc 0 into x raised to n plus 1 എന്ന് എഴുതാം. So that's the first expression. Okay, then next we consider r of x in the basis le second element le second base vector, that is x, derivative of x, so that is equal to 1. Then ഈ 1നെ ഈ ബേസിസ് വെക്ടേഴ്സിൻ്റെ ലീനിയർ കോമ്പിനേഷൻ ആയിട്ട് എക്സ്പ്രസ് ചെയ്യുക. സോ 1 is equal to എന്ത് വരും? 1 is equal to 1 into 1 plus 0 into x plus 0 into x square plus etc 0 into x raised to n plus 1 എന്ന് വരും. ഓക്കെ, that is then next basis vector is x raised to 2. so derivative of x raised to 2, that is 2x. then 2xനെ ഈ സെക്കൻഡ് ബേസിസ് വെക്ടേഴ്സിൻ്റെ ലീനിയർ കോമ്പിനേഷനായിട്ട് എക്സ്പ്രസ് ചെയ്യുക. സോ 2x is equal to എങ്ങനെ എഴുതാം? 0 into 1 plus 2 into x plus 0 into x square plus etc 0 into x raised to n plus 1 എന്ന് എഴുതാം. ഓക്കെ, then ഡെറിവേറ്റീവ് ഫോർ എലമെൻറ്റുകൾ പറയാം. ഡെറിവേറ്റീവ് ഓഫ് എക്സ് ക്യൂബ്, ദറ്റ് ഈസ് 3x square അല്ലേ. എക്സ് ക്യൂബ് എന്ന് പറയുന്ന ടൈമുണ്ട്, നെക്സ്റ്റ് എക്സ് ക്യൂബ് ആണ് വരിക. സോ ഡെറിവേറ്റീവ് ഓഫ് എക്സ് ക്യൂബ് ഈസ് 3x square. 3x squareനെ സെക്കൻഡ് ബേസ് വെക്ടേഴ്സിൻ്റെ ലീനിയർ കോമ്പിനേഷനായിട്ട് എക്സ്പ്രസ് ചെയ്യുക. സോ എങ്ങനെ എഴുതാം? 0 into 1 plus 0 into x plus 3 into x square plus 0 into x raised to 3 plus etc 0 into x raised to n plus 1. ക്ലിയർ ആണല്ലോ? സോ ലാസ്റ്റ് ബേസിസ് വെക്ടർ ഇവിടെ നമുക്ക് പറയാം. ലാസ്റ്റ് ആർ എൻ ഓഫ് എക്സിൽ ലാസ്റ്റ് ബേസിസ് വെക്ടർ എക്സ് റേസ് ടു എൻ ആണ്. സോ ഇതിങ്ങനെ എഴുതി വരുമ്പോൾ ലാസ്റ്റ് ഡെറിവേറ്റീവ് ഓഫ് എക്സ് റേസ് ടു എൻ ഈസ് ഈക്വൽ ടു എൻ ഇൻറ്റു എക്സ് റേസ് ടു എൻ മൈനസ് 1 എന്ന് വരും. ഓക്കെ, സോ അതിനെ നമ്മൾ സെക്കൻഡ് ബേസിസ് വെക്ടേഴ്സിൻ്റെ ലീനിയർ കോമ്പിനേഷനായിട്ട് എക്സ്പ്രസ് ചെയ്യുക. സോ എങ്ങനെ പറയാൻ പറ്റും? എൻ ഇൻറ്റു എക്സ് റേസ് ടു എൻ മൈനസ് 1നെ എങ്ങനെ എഴുതാം? 0 into 1 plus 0 into x plus 0 into x square plus etc 0 into plus etc. ഇതിനിടയ്ക്ക് പുറകിൽ ഒരു തൊട്ട് പുറകിലെ ടൈം എക്സ് റേസ് ടു എൻ പ്ലസ് 1 തൊട്ട് പുറകിൽ എക്സ് റേസ് ടു എൻ വരുന്നുണ്ട്.
അതിന് തൊട്ട് പുറകിൽ എക്സ് റേസ് ടു എൻ മൈനസ് വൺ വരുന്നുണ്ട്. സോ സീറോ എൻ ഇൻറ്റു എക്സ് റേസ് ടു എൻ മൈനസ് വൺ എങ്ങനെ എഴുതാം? 0 ഇൻറ്റു 1 പ്ലസ് 0 ഇൻറ്റു എക്സ് പ്ലസ് 0 ഇൻറ്റു എക്സ് സ്ക്വയർ പ്ലസ് എക്സെട്ര 1 ഇൻറ്റു എക്സ് റേസ് ടു എൻ മൈനസ് വൺ പ്ലസ് 0 ഇൻറ്റു എക്സ് റേസ് ടു എൻ പ്ലസ് 0 ഇൻറ്റു എക്സ് റേസ് ടു എൻ പ്ലസ് വൺ എന്ന് വരും. ക്ലിയർ ആണല്ലോ? ഓക്കെ, ദറ്റ് ഈസ് ദിസ് ഈസ് ഈക്വൽ ടു 0 ഇൻറ്റു 1 പ്ലസ് 0 ഇൻറ്റു എക്സ് പ്ലസ് എക്സെട്ര 1 ഇൻറ്റു എക്സ് റേസ് ടു എൻ മൈനസ് വൺ പ്ലസ് 0 ഇൻറ്റു എക്സ് റേസ് ടു എൻ പ്ലസ് 0 ഇൻറ്റു എക്സ് റേസ് ടു എൻ പ്ലസ് വൺ ഇങ്ങനെ വരും. 1 ഇൻറ്റു എക്സ് റേസ് ടു എൻ മൈനസ് വൺ പ്ലസ് 0 ഇൻറ്റു എക്സ് റേസ് ടു എൻ പ്ലസ് 0 ഇൻറ്റു എക്സ് റേസ് ടു എൻ പ്ലസ് വൺ എന്ന് വരും. സോ കറസ്പോണ്ടിങ് മെട്രിക്സ് എഴുതുമ്പോൾ ദറ്റ് ഈസ് എക്സ് ഇസ് ഈക്വൽ ടു നമുക്കറിയാം എക്സ് മെട്രിക്സിൻ്റെ ഓർഡർ ഓക്കെ ട്രാൻസ്പോസ് മാറ്റ് ഡിയുടെ ഓർഡർ വരിക. മാറ്റ് ഡി എന്ന് പറയുന്ന ഈ ഒരു മെട്രിക്സ് റെപ്രസെൻറ്റേഷൻ്റെ ഓർഡർ ഫസ്റ്റ് വെക്ടർ സ്പേസിൻ്റെ ഡയമെൻഷൻ എൻ പ്ലസ് വൺ ആണ്, സെക്കൻഡ് വെക്ടർ സ്പേസിൻ്റെ ഡയമെൻഷൻ എൻ പ്ലസ് ടു ആണ്. അതുകൊണ്ട് തന്നെ മാറ്റ് ഡിയുടെ ഓർഡർ എന്താ വരത്തുള്ളൂ? മാറ്റ് ഡി എന്ന് പറയുന്ന ഈ ഒരു മെട്രിക്സിൻ്റെ ഓർഡർ എന്ന് പറയുന്നത് എൻ പ്ലസ് ടു ബൈ എൻ പ്ലസ് വൺ മെട്രിക്സ് ആയിരിക്കും. എൻ പ്ലസ് ടു ബൈ എൻ പ്ലസ് വൺ മെട്രിക്സ് ആയിരിക്കും മാറ്റ് ഡി എന്ന് പറയുന്ന മെട്രിക്സിൻ്റെ ഓർഡർ എൻ പ്ലസ് ടു ബൈ എൻ പ്ലസ് വൺ ആയിരിക്കും. നമ്മൾ ആദ്യം എഴുതുന്ന എക്സ് എന്ന് പറയുന്ന മെട്രിക്സ് ആണ്. സോ എക്സ് എന്ന് പറയുന്ന മെട്രിക്സ് ഇത് വരും. ഫസ്റ്റ് എഫ് ഓഫ് വണ്ണിൻ്റെ ലീനിയർ കോമ്പിനേഷൻ ഫോം എഴുതി. സോ അവിടെ സ്കെയിലാർസ് എന്ന് പറയുന്നത് എഫ് ഓഫ് വണ്ണിന് ഡി ഓഫ് വണ്ണിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള സ്കെയിലാർസ് വന്നിരിക്കുന്നത് ഏതാണ്? 0 0 എക്സെട്ര 0. ദെൻ ഡി ഓഫ് എക്സിന് കറസ്പോണ്ടിങ് സ്കെയിലാർസ് എങ്ങനെയാണ് വന്നിരിക്കുന്നത്? ഡി ഓഫ് എക്സിന് കറസ്പോണ്ടിങ് സ്കെയിലാർസ് വന്നിരിക്കുന്നത് 1 0 എക്സെട്ര 0. ദെൻ ഡി ഓഫ് എക്സ് സ്ക്വയറിന് കറസ്പോണ്ടിങ് സ്കെയിലാർസ് വന്നിരിക്കുന്നത് ഏതാണ്? ഡി ഓഫ് എക്സ് സ്ക്വയറിന് കറസ്പോണ്ടിങ് സ്കെയിലാർസ് 0 2 0 എക്സെട്ര 0. ദെൻ ഡി ഓഫ് എക്സ് ക്യൂബിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള സ്കെയിലാർസ് വന്നിരിക്കുന്നത് ഏതാണ്? ദറ്റ് ഈസ് 0 0 3 0 എക്സെട്ര 0. സോ എക്സെട്ര ലാസ്റ്റ് ഡി ഓഫ് എക്സ് റേസ് ടു എന്നിന് കറസ്പോണ്ടിങ് സ്കെയിലാർസ് വന്നിരിക്കുന്നത് 0 0 എക്സെട്ര 0 0 0 0 എക്സെട്ര എക്സ് റേസ് ടു എൻ മൈനസ് വണ്ണിന് കറസ്പോണ്ടിങ് ആയിട്ട് എക്സ് റേസ് ടു എൻ മൈനസ് വണ്ണിന് കറസ്പോണ്ടിങ് സ്കെയിലാർ ഇവിടെ 1 അല്ല എൻ ഇൻറ്റു എക്സ് റേസ് ടു എൻ മൈനസ് വൺ. സോ സ്കെയിലാർ എൻ ഇൻറ്റു എക്സ് റേസ് ടു എൻ മൈനസ്. സോ എക്സെട്ര എൻ ഇൻറ്റു ദെൻ 0 എക്സ് റേസ് ടു എന്നിൻ്റെ സ്കെയിലാർ 0 ദെൻ എക്സ് റേസ് ടു എൻ പ്ലസ് വണ്ണിൻ്റെ 0. അപ്പോൾ ഇങ്ങനെ ആയിരിക്കും വരിക. ലാസ്റ്റ് റോ എന്ന് പറയുന്നത് 0 0 0 എക്സെട്ര എൻ 0 0 ഇതായിരിക്കും ലാസ്റ്റ് റോ എന്ന് പറയും. ക്ലിയർ ആണല്ലോ? സോ ഇതിൻ്റെ ട്രാൻസ്പോസ് അതാണ് മാറ്റ് ഡി എന്ന് പറയുന്നത്. സോ മാറ്റ് ഡി ഈസ് ഈക്വൽ ടു എക്സ് ട്രാൻസ്പോസ്. സോ എക്സ് ട്രാൻസ്പോസ് ഇടുക. സോ വി ഗെറ്റ് ദാറ്റ് ഈസ് ഈക്വൽ ടു എന്ത് വരും? ദാറ്റ് ഈസ് ഈക്വൽ ടു ദ മെട്രിക്സ് 0 ഫസ്റ്റ് റോ എന്ന് പറയുന്നത് ഫസ്റ്റ് കോളമായിട്ട് പോകാം. സോ 0 1 0 0 0 എക്സെട്ര 0. ദെൻ സെക്കൻഡ് row is the second column, that is 0 0 2 0 0. Then 0 0 0 3 0 0 0. So last column എന്ത് വരും? ലാസ്റ്റ് റോ എന്ന് പറയുന്നത് ലാസ്റ്റ് കോളം, ദാറ്റ് ഈസ് കംപ്ലീറ്റ് 0. സോ ഇതായിരിക്കും മാറ്റ് ഡി എന്ന് പറയുന്ന മെട്രിക്സ്. ക്ലിയർ ആണല്ലോ? മാറ്റ് ഡി. സോ ദാറ്റ്സ് എൻ്റെ ഓർഡർ എന്ന് പറയുന്നത് വരിക. നമുക്കറിയാം n പ്ലസ് 1 ഡയമെൻഷണൽ വെക്ടർ സ്പേസിലും n പ്ലസ് 2 ഡയമെൻഷണൽ വെക്ടർ സ്പേസിലേക്കുള്ള മാപ്പിംഗ് ആണ്. അതുകൊണ്ട് തന്നെ ഈ മെട്രിക്സിൻ്റെ ഓർഡർ എന്തായിരിക്കും? n പ്ലസ് 2 ബൈ n പ്ലസ് 1 മെട്രിക്സ് ആയിരിക്കും. ജസ്റ്റ് നിങ്ങൾ അതിൻ്റെ ഓർഡർ ഒന്ന് എഴുതി പോവുക. n പ്ലസ് 2 ബൈ n പ്ലസ് 1 മെട്രിക്സ് ആയിരിക്കും അത്. ഓക്കെ, സോ ദാറ്റ് ഈസ് മാറ്റ് ഡി. ഓക്കെ, മറ്റു ക്വസ്റ്റിലേക്ക് പോയാൽ consider the linear mapping f from R2 to R3 given by f of xy is equal to x plus 2y, 2x minus y, minus x. Find mat f relative to the natural basis. ഇവിടെ f എന്ന് പറയുന്ന ലീനിയർ മാപ്പിംഗ് ഡിഫൈൻ ചെയ്തിരിക്കുന്നത് R2വിൽ നിന്നും R3യിലേക്കാണ് മാപ്പിംഗ് ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. R2വിൻ്റെ ഡയമെൻഷൻ നമുക്കറിയാം 2 ഡയമെൻഷൻ വെക്ടർ സ്പേസ് ആണ്. R3 ഡയമെൻഷൻ 3 ഡയമെൻഷൻ വെക്ടർ സ്പേസ് ആണ്. അതുകൊണ്ട് തന്നെ മാറ്റ് എഫ് എന്ന് പറയുന്ന മെട്രിക്സ് എഴുതുമ്പോൾ അതിൻ്റെ ഓർഡർ എന്തായിരിക്കും? 3/2 മെട്രിക്സ് ആയിരിക്കും. ഓക്കെ, സോ നാച്ചുറൽ ഓർഡേർഡ് ബേസിസ് ആണ് പറഞ്ഞിരിക്കുന്നത്. R2വിൻ്റെ നാച്ചുറൽ ഓർഡേർഡ് ബേസിസ് ഏതാണ്? R2വിൻ്റെ നാച്ചുറൽ ബേസിസ് 1 x സ്ക്വയർ, R
ടു. സോ R2ൻ്റെ നാച്ചുറൽ ബേസിസ് എന്ന് പറഞ്ഞാൽ 1 0 0 1 ആണ്. അപ്പോൾ അതിനെ ബേസിസ് വെക്ടേഴ്സിനെ ഫിക്സ് ചെയ്യുക. സോ ദാറ്റ് ഇസ് എ നാച്ചുറൽ ഓർഡേർഡ് ബേസിസ്. സോ ഫസ്റ്റ് വെക്ടറിനെ 1 0 ആയിട്ട് ഫിക്സ് ചെയ്യുക, സെക്കൻഡ് വെക്ടറിനെ 0 1 ആയിട്ട് ഫിക്സ് ചെയ്യുക. ദെൻ R3യുടെ നാച്ചുറൽ ഓർഡേർഡ് ബേസിസ് ഏതെടുക്കാം? 1 0 0 0 1 0 then 0 0 1. This is a natural ordered basis അല്ലെങ്കിൽ കാനോണിക്കൽ ബേസിസ് എന്ന് പറയും ഓഫ് R3. അപ്പോൾ അതിനെ ബേസിസ് വെക്ടേഴ്സിനെ ഫിക്സ് ചെയ്തു. സോ ദിസ് ഇസ് എ നാച്ചുറൽ ഓർഡേർഡ് ബേസിസ് ഓഫ് R3. ഓക്കെ, സോ R2വിൽ നിന്നും R3യിലേക്കാണ് മാപ്പിംഗ് പോയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ R2വിൻ്റെ ബേസിസ് വെക്ടർ ഇതാണ്. R2വിൻ്റെ ബേസിസ് വെക്ടർ അതിലെ ഫസ്റ്റ് എലമെൻറ്റ് ഏതാണ്? 1 0 ആണ്. സോ 1 0യുടെ ഇമേജ് കൺസിഡർ ചെയ്യുക അണ്ടർ എഫ്. സോ എഫ് ഓഫ് 1 0 എഫ് എക്സ് വൈ ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. സോ അവിടെ എക്സ് ഈക്വൽ ടു 1ഉം വൈ ഈക്വൽ ടു 0 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. So we get f of 1 0 is equal to എന്ത് വരും? f of 1 0 is equal to 1 2 minus 1 എന്ന് കിട്ടും. 1 2 minus 1. Okay, then f of 1 0 is 1 2 minus 1. Then 1 2 minus 1നെ നമ്മൾ എങ്ങനെ എക്സ്പ്രസ് ചെയ്യണം? സെക്കൻഡ് വെക്ടർ സ്പേസ്, അതായത് R3യുടെ ബേസിസ് വെക്ടേഴ്സിൻ്റെ ലീനിയർ കോമ്പിനേഷനായിട്ട് എക്സ്പ്രസ് ചെയ്യണം. സോ 1 2 minus 1നെ 1 0 0യുടെയും 0 1 0യുടെയും 0 0 1ൻ്റെയും ലീനിയർ കോമ്പിനേഷനായിട്ട് എക്സ്പ്രസ് ചെയ്യണം. സിമ്പിളാണല്ലോ. എങ്ങനെ പറയാം? 1 ഇൻറ്റു 1 0 0 പ്ലസ് 2 ഇൻറ്റു 0 1 0 പ്ലസ് മൈനസ് 1 ഇൻറ്റു 0 0 1 എന്ന് എടുത്താൽ മതി. എളുപ്പമല്ലേ? സോ ഇറ്റ്സ് എ ലീനിയർ കോമ്പിനേഷൻ ഫോം. ദെൻ അതേപോലെ തന്നെ അടുത്തത് R2വിൻ്റെ സെക്കൻഡ് ബേസിസ് വെക്ടർ ഏതാണ്? 0 1. സോ ഇമേജ് കൺസിഡർ ചെയ്യുക എഫ് ഓഫ് 0 1. x equal to 0, y equal to 1. So എന്ത് വരും? f of 0 1 is equal to 2 minus 1 0. 2 minus 1 0. ശരിയാണല്ലോ. ദെൻ 2 minus 1 0 ആയി 1 0 0യുടെയും 0 1 0യുടെയും 0 0 1ൻ്റെയും ലീനിയർ കോമ്പിനേഷനായിട്ട് എക്സ്പ്രസ് ചെയ്യാം. സോ എങ്ങനെ വരും? ദാറ്റ് ഈസ് ഈക്വൽ ടു 2 ഇൻറ്റു 1 0 0 പ്ലസ് മൈനസ് 1 ഇൻറ്റു 0 1 0 പ്ലസ് 0 ഇൻറ്റു 0 0 1 എടുത്താൽ മതി. ശരിയല്ലേ? ഓക്കെ, സോ നെക്സ്റ്റ് വി കൺസിഡർ എക്സ്. സോ എക്സ് ഇസ് ഈക്വൽ ടു എക്സ് നമ്മൾ ഫോം ചെയ്യുന്നു. ഫസ്റ്റ് ലീനിയർ കോമ്പിനേഷൻ ഇതായിരുന്നു. അവരുടെ കറസ്പോണ്ടിങ് സ്കെയിലാർട്സ് 1 2 മൈനസ് 1. സോ ഫസ്റ്റ് റോ എന്ത് വരും? 1 2 മൈനസ് 1. ദെൻ സെക്കൻഡ് ലീനിയർ കോമ്പിനേഷൻ ഇതായിരുന്നു. സോ സ്കെയിലാർട്സ് എന്ന് പറയുന്നത് 2 മൈനസ് 1 0 ആയി. സോ സെക്കൻഡ് റോ ഈസ് 2 മൈനസ് 1 0. ഇതാണ് എക്സ് എന്ന് പറയുന്നത്. ദെൻ ഇതിൻ്റെ ട്രാൻസ്പോസ് ആണ് നമുക്ക് വേണ്ടത്. ദാറ്റ് ഈസ് മാറ്റ് എഫ് എന്ന് പറയുന്നത്. സോ മാറ്റ് എഫ് ഈസ് ഈക്വൽ ടു എന്ത് വരും? ഫോർ മാറ്റ് എഫ് ഈസ് ഈക്വൽ ടു എക്സ് ട്രാൻസ്പോസ്. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു 1 2 2 minus 1 minus 1 0. So this is our mat f. 1 2 2 minus 1 minus 1 0. Order എന്ത് തന്നെയാണ് വന്നിരിക്കുന്നത്? So order is 3/2. Correct ആണല്ലോ? 3/2 matrix. Okay, so that is mat f. In method question, find mat പ്രൊജക്ഷൻ ഓപ്പറേറ്റർ ആണ്. അത് ലീനിയർ മാപ്പിങ്ങിൻ്റെ എക്സാമ്പിൾസ് പഠിക്കുമ്പോൾ നിങ്ങളിവിടെ പ്രൊജക്ഷൻ ഓപ്പറേറ്റർ പറയും. പ്രൊജക്ഷൻ ഓപ്പറേറ്റർ അതിനാണ് നമ്മൾ PR പ്രൊജക്ഷൻ ഓപ്പറേറ്ററിനെ, അതായത് അതിലെ ith കമ്പോണൻറ്റിലേക്കാണ് പ്രൊജക്റ്റ് ചെയ്തിരിക്കുക എന്നുള്ള മീനിങ്ങാണ് PRI എന്നുള്ള റെപ്രസെൻറ്റേഷൻ പറയുന്നത്. പ്രൊജക്ഷൻ ഓപ്പറേറ്റർ ലീനിയർ മാപ്പിങ്ങിൻ്റെ എക്സാമ്പിൾസ് പഠിക്കുമ്പോൾ അവിടെ പ്രൊജക്ഷൻ ഓപ്പറേറ്റർ പറയും. ഇത് ജസ്റ്റ് ആ മാപ്പിംഗ് എന്താണെന്ന് പറയാം. പ്രൊജക്ഷൻ ഓപ്പറേറ്റർ നമ്മൾ ഡിഫൈൻ ചെയ്ത് എങ്ങനെയാണ്? PRI ഡിഫൈൻ ചെയ്യുന്നത് Rnൽ നിന്നും Rയിലേക്കാണ് ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. അതായത് അത് ഡിഫൈൻ ചെയ്ത് എങ്ങനെയാണ്? PRI Rnലെ ഒരു എലമെൻറ്റ്, Rnൽ പറഞ്ഞാൽ n2 ഓഫ് റിയൽ നമ്പറാണ്. സോ Rnൽ ഒരു എലമെൻറ്റ് എടുത്തു കഴിഞ്ഞാൽ x1 x2 എക്സെട്ര xn n2 ഓഫ് റിയൽ നമ്പറാണ് എടുത്തിരിക്കുന്നത്. വേറെ ഈച്ച് xi's ആർ റിയൽ നമ്പേഴ്സ്. സോ അത് ഈ മാപ്പിംഗ് PRI എന്ന് പറയുന്നത് അല്ലെങ്കിൽ പ്രൊജക്ഷൻ ഓപ്പറേറ്റർ, അതിന് നമ്മൾ പ്രൊജക്ഷൻ ഓപ്പറേറ്റർ എന്നാണ് പറയുക ഈ മാപ്പിംഗ്. അതായത് PRI കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഈ ഇതിലെ ഈ n2 ഓഫ് റിയൽ നമ്പേഴ്സിലെ റിയൽ നമ്പറിനെ, ഈ n2 ഓഫ് റിയൽ നമ്പേഴ്സിനെ ഇതിൻ്റെ ith കമ്പോണൻറ്റിലേക്കായിരിക്കും പ്രൊജക്റ്റ് ചെയ്യുക. സോ ഇതിലെ ith കമ്പോണൻ്റ് ഏതാ? xi. സോ ഈ n2 ഓഫ് റിയൽ നമ്പറിൻ്റെ ഇമേജ് എന്ന് പറയുന്നത് എന്തായിരിക്കും? xi ആയിരിക്കും. ഓക്കെ, ദാറ്റ് മീൻസ് PR1 ആണ് നിങ്ങൾ എടുക്കുന്നതെങ്കിൽ PR1 ഓഫ് x1 x2 എക്സെട്ര xn എന്ന് പറയുന്നതിൻ്റെ ഇമേജ് എന്തായിരിക്കും? അല്ലെങ്കിൽ ഇമേജ് ഓഫ് ദിസ് അണ്ടർ PR1 എന്ന് പറഞ്ഞാൽ ഇത് എങ്ങോട്ടായിരിക്കും മാപ്പ് ചെയ്യുക? ഇതിൻ്റെ ഫസ്റ്റ് കമ്പോണൻറ്റിലേക്കായിരിക്കും മാപ്പ് ചെയ്യുക, x1ലേക്കായിരിക്കും മാപ്പ് ചെയ്യുക. PR2 ആയിരുന്നു എടുക്കുന്നതെങ്കിൽ PR2 ഓഫ് x1 x2 എക്സെട്ര xn എന്ന് പറയുന്ന അതിൻ്റെ ഇമേജ് എന്തായിരിക്കും? x2 ആയിരിക്കും, സെക്കൻഡ് കമ്പോണൻറ്റിലേക്കായിരിക്കും മാപ്പ് ചെയ്യുക. സോ അതാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ PRI ഉദ്ദേശിക്കുന്നത്
ഈ എൻ ട്യൂപ്പിൾ എങ്ങോട്ടായിരിക്കും മാപ്പ് ചെയ്യുക? ഇതിൻ്റെ എ എൻ ട്യൂപ്പിളിലെ ith കമ്പോണൻ്റായ എക്സ് ഐയിലേക്കായിരിക്കും മാപ്പ് ചെയ്യുക. ക്ലിയർ ആണല്ലോ? ദിസ് ith പ്രൊജക്ഷൻ. ഓക്കെ, സോ ദാറ്റ്സ് എ മാപ്പിംഗ്. അപ്പോൾ ആണ് മാപ്പിംഗ് എന്ന് പറയുന്നത്. അതൊന്ന് ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. പി ആർ ഐ ഓഫ് x1 x2 എക്സെട്ര എക്സിന് ഇങ്ങോട്ട് മാപ്പ് ചെയ്യും, എക്സ് ഐയിലേക്ക് ith കമ്പോണൻറ്റിലേക്കായി മാപ്പ് ചെയ്യുക, ഇതിൻ്റെ ith കമ്പോണൻറ്റിലെ എക്സ് ഐയിലേക്ക്. ഓക്കെ, റിലേറ്റീവ് ടു ദ നാച്ചുറൽ ഓർഡേർഡ് ബേസിസ് ഇതിൻ്റെ മെട്രിക്സ് റെപ്രസെൻറ്റേഷൻ കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ആറിൻ്റെ ഇപ്പോൾ ഫസ്റ്റ് വെക്ടർ സ്പേസ് ആറിനും സെക്കൻഡ് വെക്ടർ സ്പേസും ആറുമാണ്. അപ്പോൾ ആറിൻ്റെ നാച്ചുറൽ ഓർഡേർഡ് ബേസിസ് നമുക്കറിയാം ഏതാണ്? വി കൺസിഡർ ഇറ്റ് ആസ് E1 E2 എക്സെട്ര En. ഇവിടെ En ഇതാണ്, ദിസ് ഇസ് എ നാച്ചുറൽ ഓർഡേർഡ് ബേസിസ് ഓഫ് ആറിൻ്റെ നാച്ചുറൽ ഓർഡേർഡ് ബേസിസ് അല്ലേ. സോ E1 എന്തായിരുന്നു അവിടെ? E1 എന്ന് പറയുന്നത് എൻ ട്യൂപ്പിൾ ഓഫ് റിയൽ നമ്പറാണ് വിത്ത് ഫസ്റ്റ് കമ്പോണൻറ്റ് 1, ബാക്കിയുള്ള കമ്പോണൻറ്റ്സ് എല്ലാം എന്തായിരിക്കും? 0 ആയിട്ടുള്ള എൻ ട്യൂപ്പിളാണ്. E2 എന്ന് പറയുന്നത് എങ്ങനെയായിരുന്നു നമ്മൾ ചൂസ് ചെയ്തത്? സെക്കൻഡ് കമ്പോണൻറ്റ് 1, ബാക്കിയുള്ള കമ്പോണൻറ്റ്സ് എല്ലാം 0 എൻ ട്യൂപ്പിളാണ് E2 എന്ന് പറയുന്നത്. സോ എക്സെട്ര En എന്ന് പറയുന്നത് എന്ത് കമ്പോണൻറ്റ് 1 ബാക്കിയുള്ള കമ്പോണൻസും എല്ലാം 0 എൻ ട്യൂപ്പിൾ ഫോമാണ് En എന്ന് പറയുന്നത്. അപ്പോൾ ഇതാണ് E1 E2 എക്സെട്ര En വാല്യൂസ്. ഇതാണ് ഈ സെറ്റാണ് ആറിൻ്റെ നാച്ചുറൽ ഓർഡേർഡ് ബേസിസ് എന്ന് പറയുന്നത്. ഇനി ആറിൻ്റെ നാച്ചുറൽ ഓർഡേർഡ് ബേസിസ് ഏതാണ്? റിയൽ ലൈനിൻ്റെ നാച്ചുറൽ ഓർഡേർഡ് ബേസിസ്. റിയൽ ലൈനിൻ്റെ നാച്ചുറൽ ഓർഡേർഡ് ബേസിസ് ആയിട്ട് നമുക്ക് 1 ചൂസ് ചെയ്യാം, സിംഗിൾട്ടൺ സെറ്റ് 1 ചൂസ് ചെയ്യാം. റിയൽ ലൈനിൻ്റെ നാച്ചുറൽ ഓർഡേർഡ് ബേസിസ് സിംഗിൾട്ടൺ സെറ്റ് 1 ചൂസ് ചെയ്യാം. ഓക്കെ, സോ മെട്രിക്സ് റെപ്രസെൻറ്റേഷൻ വന്നു കഴിഞ്ഞാൽ ഫസ്റ്റ് വെക്ടർ സ്പേസ് ആറിനാണ്. സോ ആറിനിലെ ഫസ്റ്റ് എലമെൻ്റ് എന്ന് പറഞ്ഞാൽ E1 ആണ്, അല്ലെങ്കിൽ ഇതാണ് ആറിനിലെ ഫസ്റ്റ് എലമെൻ്റ് എന്ന് പറഞ്ഞാൽ എൻ ട്യൂപ്പിൾ വിത്ത് ഫസ്റ്റ് കമ്പോണൻറ്റ് ഈസ് 1, ഓൾ അതർ കമ്പോണൻറ്റ്സ് ആർ 0. അതാണ് ആറിൻ്റെ ബേസിസിലെ ഫസ്റ്റ് ബേസിസ് വെക്ടർ എന്ന് പറയും. സോ അതിൻ്റെ ഇമേജ്, സോ PRI ഓഫ് E1 അതെങ്ങോട്ടായിരിക്കും മാപ്പ് ചെയ്യുക? E1 മാപ്പ് ചെയ്യുന്നത് ദറ്റ് ഈസ് PRI ഓഫ് E1 ഈസ് 1 0 0 0 0 എൻ ട്യൂപ്പിൾ അല്ലേ. ഫസ്റ്റ് കമ്പോണൻറ്റ് 1, ബാക്കി എല്ലാ കമ്പോണൻസും 0 എൻ ട്യൂപ്പിളാണ്. PRI മാപ്പ് ചെയ്യുന്നത് എങ്ങോട്ടാണെന്നറിയാം. നമുക്കറിയാം ഒരു എൻ ട്യൂപ്പിൾ ഓഫ് റിയൽ നമ്പേഴ്സ് എടുത്തു കഴിഞ്ഞാൽ PRI മാപ്പ് ചെയ്യുന്നത് ആ എൻ ട്യൂപ്പിളിലെ ith കമ്പോണൻറ്റിലേക്കായിരിക്കും. സോ ഇതിൻ്റെ ith കമ്പോണൻറ്റ് എന്താണ്? ഫസ്റ്റ് കമ്പോണൻറ്റ് 0 മാത്രമാണ് നോൺ 0 1 വരിക, ബാക്കി എല്ലാ കമ്പോണൻറ്റും 0 ആണ്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ith കമ്പോണൻറ്റ് 0 തന്നെയാണ്. സോ PRI ഓഫ് ദിസ് എൻ ട്യൂപ്പിൾ എന്ന് പറയുന്നത് അപ്പോൾ എന്തായിരിക്കും കിട്ടുക? 0 ആയിരിക്കും കിട്ടുക. ദെൻ അടുത്തായിട്ട് നമ്മൾ എന്താ ചെയ്യുക? ഈ എലമെൻറ്റിനെ നമ്മൾ സെക്കൻഡ് വെക്ടർ സ്പേസായ ആറിൻ്റെ ബേസിസ് വെക്ടേഴ്സിൻ്റെ ലീനിയർ കോമ്പിനേഷനായിട്ട് എക്സ്പ്രസ് ചെയ്യണം. സോ ആറിൻ്റെ ബേസിസ് വെക്ടർ ഏതാണ്? സിംഗിൾട്ടൺ സെറ്റ് 1 ആണ്. അപ്പോൾ 0 നമ്മൾ എങ്ങനെ എക്സ്പ്രസ് ചെയ്യുക? ഈ എലമെൻറ്റിൻ്റെ ഈ ബേസിസ് വെക്ടറിൻ്റെ ലീനിയർ കോമ്പിനേഷനായിട്ട് എക്സ്പ്രസ് ചെയ്യുക 1ൻ്റെ. സോ 0 നമുക്ക് ഇങ്ങനെ എഴുതാം, 0 × 1 എന്ന് എഴുതാമല്ലോ, 0 × 1 എന്ന് എഴുതാമല്ലോ, ശരിയല്ലോ. ദെൻ നെക്സ്റ്റ് എലമെൻറ്റ് എടുക്കുക. അടുത്ത എലമെൻറ്റ് ഏതായിരുന്നു ഇവിടുത്തെ? E2, PRI ഓഫ് E2 ദാറ്റ് ഈസ് PRI ഓഫ് E2 എന്താണ്? 0 1 0 0 0. അവിടെയും PRI ഓഫ് E2 എങ്ങോട്ടാണ് മാപ്പ് ചെയ്യുക? ഈ കമ്പോണൻറ്റിൻ്റെ ഇതിൻ്റെ ഈ എൻ ട്യൂപ്പിളിലെ ith കമ്പോണൻറ്റിലേക്കായിരിക്കും മാപ്പ് ചെയ്യുക. ഇതിൻ്റെ ith കമ്പോണൻറ്റ് ഏതാണ്? സെക്കൻഡ് കമ്പോണൻറ്റ് മാത്രമേ നോൺ 0. സോ ith കമ്പോണൻറ്റ് എന്താണ് ഇവിടെ? 0 തന്നെയാണ്. സോ PRI ഓഫ് ദിസ് എൻ ട്യൂപ്പിൾ എന്ന് പറയുന്നത് അപ്പോൾ എന്ത് തന്നെ കിട്ടും? 0 കിട്ടും. അപ്പോൾ 0 നമ്മൾ എന്ത് വീണ്ടും ചെയ്യുക? 0 നമ്മൾ 1ൻ്റെ ലീനിയർ കോമ്പിനേഷനായിട്ട് എക്സ്പ്രസ് ചെയ്യുക. എങ്ങനെ എഴുതാം? 0 × 1 എന്ന് തന്നെ വരും. ക്ലിയർ ആണല്ലോ. ദെൻ എക്സെട്ര ഇതിൻ്റെ ith എലമെൻറ്റ് ദറ്റ് ഈസ് EI, ഈ ബേസിസ് വെക്ടേഴ്സിൽ ith എലമെൻറ്റ് എടുത്തു കഴിഞ്ഞാൽ EI ഇറ്റ് ഈസ് EI എന്ന് പറയുമ്പോൾ അവിടെ ആ EI എന്നിങ്ങനെ ഒരു EI എന്ന് പറയുന്ന ഒരു എൻ ട്യൂപ്പിളാണ്. അതിൻ്റെ ith കമ്പോണൻറ്റ് 1 ആയിരിക്കും, ബാക്കി എല്ലാ കമ്പോണൻസും എന്തായിരിക്കും? 0 ആയിരിക്കും. സോ PRI ഓഫ് EI എടുത്തു കഴിഞ്ഞാൽ എന്ത് വരും? PRI ഓഫ് EI എടുത്തു കഴിഞ്ഞാൽ PRI ഓഫ് EI എഴുതി കഴിഞ്ഞാൽ ദാറ്റ് ഈസ് ഈക്വൽ ടു PRI ഓഫ് EI ഈസ് 0 0 എക്സെട്ര. ith ടൈം എന്ന് പറയുന്നതായിരിക്കും ith ടൈം 1 ആയിരിക്കും, ബാക്കിയുള്ളത് വീണ്ടും എന്തായിരിക്കും? ബാക്കിയുള്ളതെല്ലാം 0 ആയിരിക്കും. അപ്പോൾ ഇതായിരിക്കും PRI ഓഫ് EI എന്ന് പറയുന്നത് അല്ലേ. എന്ന് പറഞ്ഞാൽ ഇത് PRI എന്ന് പറയുന്ന പ്രൊജക്ഷൻ ഓപ്പറേറ്റർ നമുക്കറിയാം എൻ ട്യൂപ്പിളിനെ എങ്ങോട്ടേ മാപ്പ് ചെയ്യത്തുള്ളൂ? ആ എൻ ട്യൂപ്പിളിൻ്റെ ith കമ്പോണൻറ്റിലേക്കാണ് മാപ്പ് ചെയ്യുക. ഇതിൻ്റെ ith കമ്പോണൻറ്റ് ഏതാണ്? ഇവിടെ ith കമ്പോണൻറ്റ് 1 ആണ്. സോ PRI ഓഫ് ദിസ് എൻ ട്യൂപ്പിൾ എന്ന് പറഞ്ഞപ്പോൾ എന്ത് കിട്ടും? 1 കിട്ടും. ദെൻ 1നെ നമ്മൾ എങ്ങനെ എക്സ്പ്രസ് ചെയ്യണം? 1ൻ്റെ ലീനിയർ കോമ്പിനേഷനായിട്ട് അതെങ്ങനെ ഒരു 1 × 1 എന്ന് എഴുതാം. സോ എക്സെട്ര ലാസ്റ്റ് PRI ഓഫ് EN ദറ്റ് ഈസ് ഈക്വൽ ടു PRI ഓഫ് 0 0 0 എക്സെട്ര 0, 1 അല്ലേ. ith കമ്പോണൻറ്റ് ഏതാ ഇവിടെ വന്നിരിക്കുന്നത്? ഇതിൻ്റെ 0 തന്നെയാണ്. സോ PRI ഓഫ് ദിസ് എൻ ട്യൂപ്പിൾ എന്ന് പറയുന്നത് തന്നെ കിട്ടും? 0 തന്നെ കിട്ടും. ക്ലിയർ ആണല്ലോ. ഓക്കെ, സോ ദെൻ അതിൻ്റെ മെട്രിക്സ് എഴുതി കഴിഞ്ഞാൽ ദറ്റ് ഈസ് ഈക്വൽ ടു നമുക്കറിയാം
ഫസ്റ്റ് വെക്റ്റർ സ്പേസ് ആറിൻ്റെ ഡയമെൻഷൻ എന്ന് പറയുന്നത് n ഡയമെൻഷൻ വെക്റ്റർ സ്പേസ് ആണ്. സെക്കൻഡ് വെക്റ്റർ സ്പേസ് ആറിൻ്റെ ഡയമെൻഷൻ 1 ആണ്. അതുകൊണ്ട് തന്നെ മാറ്റ് എഫ് എഴുതി കഴിഞ്ഞാൽ മാറ്റ് PRI എഴുതി കഴിഞ്ഞാൽ ആ മെട്രിക്സിൻ്റെ ഡയമെൻഷൻ ഓർഡർ അപ്പോൾ എന്തായിരിക്കും? മാറ്റ് PRIയുടെ ഓർഡർ എന്ന് പറഞ്ഞാൽ 1/n ഓർഡറുള്ള മെട്രിക്സ് ആയിരിക്കും നിങ്ങൾക്ക് 1/n ഓർഡറുള്ള മെട്രിക്സ് ആയിരിക്കും കിട്ടുക. ഓക്കെ, നമുക്ക് എക്സ് എഴുതി കഴിഞ്ഞാൽ എക്സ് എഴുതുകയാണെങ്കിൽ ഫസ്റ്റ് PRI ഓഫ് E1 എഴുതി. സോ അവിടെ സ്കെയിലാർസ് ഏതാ വന്നിരിക്കുന്നത്? 0 ആണ് വന്നിരിക്കുന്നത് അല്ലേ. സോ സ്കെയിലാർ എന്ന് പറയുന്നത് 0 ആണ്. സോ മാട്രിക്സ് ഇസ് ഈക്വൽ ടു 0. ദെൻ PRI ഓഫ് E2 എവിടെയും സ്കെയിലാർ എന്ത് തന്നെയാണ് വന്നിരിക്കുന്നത്? 0 തന്നെയാണ്. സോ 0 എക്സെട്ര. PRI ഓഫ് EI വരുമ്പോൾ അവിടെ സ്കെയിലാർ എന്ത് വരും? 1 വരും. ദെൻ എക്സെട്ര. വീണ്ടും ലാസ്റ്റ് PRI ഓഫ് EN എടുത്ത് കഴിയുമ്പോൾ അവിടെ എന്ത് തന്നെ വരും? 0 കിട്ടും. അപ്പോൾ ഇതായിരിക്കും എക്സ് എന്ന് പറയുന്ന മെട്രിക്സ്. നമുക്ക് വേണ്ടത് ഇതിൻ്റെ ട്രാൻസ്പോസ് ആണ്. സോ എക്സ് ട്രാൻസ്പോസ് ദാറ്റ് ഈസ് അതാണ് നമ്മുടെ മാറ്റ് PRI എന്ന് പറയുന്ന മെട്രിക്സ് റെപ്രസെൻറ്റേഷൻ. സോ മാറ്റ് PRI എന്ന് പറയുമ്പോൾ ഏത് വരും? ദാറ്റ് ഈസ് ഈക്വൽ ടു ദ റോ മെട്രിക്സ് 0 0 എക്സെട്ര 1 0 0 എക്സെട്ര 0. ദാറ്റ് ഈസ് ആൻ ഓഫ് ഓർഡർ 1/n ഓർഡർ. സോ ദാറ്റ് ഈസ് മാറ്റ് PRI. ക്ലിയർ ആണല്ലോ? ഓക്കെ, so mat PRI is equal to the column matrix, the row matrix 0 0 0 etc. then ith component അവിടെ എന്തായി മാറും? ith എലമെൻറ്റ് അവിടെ 1 ആയിരിക്കും. ബാക്കിയുള്ള എല്ലാ ടേംസും എല്ലാ എൻട്രീസും എന്തായിരിക്കും? 0 ആയിരിക്കും. അപ്പോൾ അത്തരത്തിലുള്ള റോ മെട്രിക്സ് ആണ് മാറ്റ് PRI എന്ന് പറയുന്നത്. ഇറ്റ്സ് എ 1/n മെട്രിക്സ്. ഓക്കെ, ക്ലിയർ ആണല്ലോ? ഓക്കെ.